CCTV ദൃശ്യങ്ങൾ കാണിക്കൂ അങ്ങനെ ചെമ്പുകൾ പോയിട്ടില്ലെങ്കിൽ. അല്ല, അതൊരു ബിരിയാണി മാത്രം കൊണ്ടാകാലോ. ഒരു ചെമ്പിൽ സ്വർണം കൊണ്ടുപോയി എന്ന് സംശയിക്കണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? Why would it be taken like this all the way to the Cliff House and they spoil the CCTV records and there is no checking and what's the need for that? I don't know if the Honorable Chief Minister can eat so much of biryani which is equivalent for 10, 20, 30 people because it's that big. സ്വർണം എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ കോൺസുൽ ജനറലിൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ഐശ്വര്യ, നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ കത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഈ സ്വപ്ന സുരേഷിൻ്റെ കഴിഞ്ഞ ചില ബാഗേജ് വഴി, നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട ചില വിഷ്വൽസൊക്കെ ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ അത് ജസ്റ്റ് നമ്മളൊന്ന് മിന്നി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവർ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇവിടുത്തെ ഭരണാധികാരികളുടെ അറിവോടെ ബാഗേജ് വഴി വിദേശത്തേക്ക്, മറ്റേത് അവിടെ നിന്ന് ഇങ്ങോട്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തങ്കവിഗ്രഹങ്ങളൊക്കെ നയന്ത്ര ബാഗേജ് വഴി കടത്തിയതായിട്ടുള്ള ചില വിവരം കിട്ടിയതായിട്ട് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പഴയ കേസിലുള്ള കൗൺസിലേറ്റിൽ UAE കൗൺസിലേറ്റിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ കേന്ദ്രം ചോദ്യം ചെയ്യുമോ? ഒരു സർക്കാരിൻ്റെ അവസാന കാലമാണ്, മുഖ്യമന്ത്രിക്കും സർക്കാരിനൊന്നും ഒരുപാട് അപകീർത്തി കേട്ടത്. നമ്മൾ ഈ ശബരിമല കൊള്ള തുടങ്ങിയ സമയം മുതൽ തന്നെ പുതിയ പുതിയ വഴിത്തിരിവുകളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ക്ലിയർ ആയിട്ട് അവർ പറയുന്നു, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കൊള്ളയുമായിട്ട്, അതായത് മുൻപ് നടന്നിരിക്കുന്ന സ്വപ്ന സുരേഷ് അടക്കം പ്രതിയായിട്ടുള്ള ആ കേസുമായിട്ട്, അതുമായിട്ട് സമാനമായിട്ടുള്ളൊരു വിഗ്രഹക്കടത്ത് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും, ശബരിമല അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കളടക്കം അല്ലെങ്കിൽ വിഗ്രഹങ്ങളടക്കമുള്ള സാധനങ്ങൾ ഇതുപോലെ തന്നെ നയതന്ത്ര ബാഗേജ് വഴി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ സംശയം. അപ്പോൾ ഉറപ്പായിട്ടും കേന്ദ്രം അന്വേഷണത്തിന് ഇറങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സമയങ്ങളിൽ കോൺസുലേറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വിട്ടുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതിലേക്കൊരു വലിയ ലീഡ് തരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത്. സ്വപ്ന സുരേഷ് പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവർ പറഞ്ഞ പല കാര്യങ്ങളുമായിട്ടും ഇപ്പോൾ ഇത് ലിങ്ക് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കേൾപ്പിച്ച ഈ പറയുന്ന ഓഡിയോ റെക്കോർഡിലാണെങ്കിൽ പോലും അവർ കൃത്യമായിട്ടും പറയുന്നത് ബിരിയാണി ചെമ്പിൻ്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അന്നും പറഞ്ഞത് നമ്മളെന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ ബിരിയാണി ചെമ്പിലടക്കം കൊണ്ടുപോയതും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും അടക്കം ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സ്വർണവും ഇതുപോലെ തന്നെ ചെമ്പുകളിലായിട്ടും അല്ലാതെയുമൊക്കെ വിദേശത്തേക്ക് കടന്നുവെന്ന് സംശയിച്ചാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഇങ്ങോട്ട് വന്ന സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കണക്കുകളിലൂടെ പോയതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഭഗവാന്റെ സ്വർണവും ഈ പറയുന്ന പുരാവസ്തുക്കളും ഒക്കെ വിദേശത്തേക്ക് കടത്തി എന്നുള്ള ലീഡിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ, സ്വപ്ന സുരേഷിന് ഇതിൽ വലിയൊരു ലീഡ് അല്ലെങ്കിൽ ഒരു തെളിവ് തരാൻ സഹായകരമാകുന്ന, പക്ഷെ സ്വപ്ന ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. സ്വപ്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു കാര്യങ്ങളും മുഖവിലയ്ക്ക് എടുക്കാണ്ടാണ്. സാധാരണ ഒരു ഫോട്ടോ കണ്ടാൽ പോലും, ഉമ്മൻചാണ്ടി ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സരിതയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടപ്പോൾ പോലും, അത് സരിത നിവേദനം കൊടുക്കുന്നൊരു ഫോട്ടോ ആയിരുന്നു. അത് കണ്ടപ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത്രയും വലിയ തെളിവ് പുറത്ത് വന്നു, രാജിവെക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ കിന്നാരം പറയുന്ന ഒരുപാട് ഫോട്ടോകൾ ഇപ്പോൾ പുറത്ത് വന്നു. സ്വപ്നയെ പോലെ കൃത്യമായിട്ടും കാര്യങ്ങൾ, ഇപ്പോൾ സരിതയല്ല സ്വപ്ന കൃത്യമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ തിരിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ കൃത്യമായിട്ട് തെളിവോട് കൂടിയിട്ടാണ് തിരിച്ച് പറയുന്നത്. അപ്പോൾ അവർ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഇതുവരേക്കും സ്വപ്നയുടെ ഒരു വരി പോലും ഈ ഏജൻസികളോ അന്വേഷണ ഉദ്യോഗസ്ഥരോ ഒന്നും വിലക്കെടുത്തിട്ടില്ല. അപ്പോൾ ഇനിയും സ്വപ്ന എന്ത് പറഞ്ഞാലും ഈ പറയുന്നത് പോലെ ശബരിമല കേസ് പിണറായിലേക്ക് പോകുകയില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും ഒരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് കൂടി ഇതിന് പിന്നിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഉറപ്പിക്കാൻ പറ്റുന്നൊരു പോയിന്റ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ മോഷ്ടിക്കപ്പെട്ട കുറേ വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന ഒരു മാഫിയ തന്നെ കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വ്യവസായി ഇത് കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ തങ്കവിഗ്രഹമൊക്കെ വിദേശ വ്യവസായി കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പല സാധനങ്ങളും പുറത്തേക്ക് പോയി എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണത്. അത് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഓരോ ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ശക്തമായ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ
സീലോ ഒപ്പം ഒന്നും ഇല്ലാണ്ടാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ ശബരിമലയുടെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ സാധനങ്ങൾ പുറത്തേക്ക് എല്ലാം നമ്മുടെ തന്ത്രവിധി പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രമര്യാദ എന്ന് പറയുന്ന ആ ഒരു വളപ്പുണ്ട്. ആ ക്ഷേത്രമര്യാദയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം എന്ത് വേണമെങ്കിലും ചെയ്യണം. ഇതിനൊരു കോളം കുഴി, അതെ, ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയിട്ടല്ല അത് ശരിയാക്കേണ്ടത്. ഇവൻ ഈ സ്വർണ്ണപ്പാളിയാണെങ്കിലും എന്തെങ്കിലും മിനുക്കുണ്ടെങ്കിലും ക്ഷേത്രമര്യാദയിൽ കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നത്, അവരുടെ ആചാരത്തിൽ കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് അതിനകത്ത് ക്ഷേത്ര വളപ്പിനകത്ത് വെച്ച് വേണം ഇതൊക്കെ നടത്താൻ. പക്ഷെ ഇതൊക്കെ പുറത്ത് കൊണ്ടുപോയി ഇത്രയൊക്കെ ചെയ്തു എന്ന് പറയുന്നവർ ഇത് വിദേശത്തേക്ക് കടന്നു എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ ചെന്നിത്തല അടക്കം പറയുന്നത് പോലെ കൃത്യമായിട്ടും ഒരു അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു വിഗ്രഹക്കടത്ത് ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണത്. ഹൈക്കോടതി കൃത്യമായിട്ടും പറയുന്നു ഈ കേസ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഹൈക്കോടതി പറയുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഐശ്വര്യ, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഐശ്വര്യ പറഞ്ഞില്ലേ, ഈ ശബരിമലയിലെ ഏത് കാര്യവും അവിടെ ആ സറൗണ്ടിങ്സിനകത്തേ ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കേസ് എങ്ങനെയാണ് ആദ്യം പുറത്തു വരുന്നതെന്ന് അറിയും. അതായത് ഈ ഹൈക്കോടതിക്ക് ശബരിമലയുടെ ഒരു വിജിലൻസ് ഒരു വിങ് ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ശരിക്കും അറിയിക്കേണ്ട അധികാരം ബാധ്യത ഈ സ്പെഷ്യൽ കമ്മീഷണർക്കാണ് ഉണ്ടായിരുന്നത്. അവിടെ ശബരിമലയിൽ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ കമ്മീഷണറും പോലീസിലെ അധികാരപ്പെട്ടവരും, അന്ന് അധികാരപ്പെട്ടവരായിട്ടുണ്ടായിരുന്നവർ ആരൊക്കെയാണ്? അന്ന് DGP ആരായിരുന്നു? അന്ന് ഈ പറയുന്ന പോലെ ഈ അജിത് കുമാറിനൊക്കെ ക്രമസമാധാനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സമയമാണ്. ശ്രീജിത്തിനുണ്ടായിരുന്നു, IG ശ്രീജിത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് 2018-19 കാലയളവിൽ ഇത് അവിടെ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ ഈ സ്പെഷ്യൽ കമ്മീഷണറായിട്ടുള്ള ശബരിമലയിലെ ചാർജ് ഹൈക്കോടതി വഴി കൊടുത്തിരിക്കുന്ന ഒരു ചാർജാണ്. ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ ജഡ്ജാണ്. ഈ ഇദ്ദേഹം അവിടെ ഉണ്ടായിരിക്കുക, ഈ സ്പെഷ്യൽ ജഡ്ജ് പോലും കമ്മീഷണർ പോലും അല്ല ഇത് പുറത്തറിയിച്ചതെന്നാണ് പറയുന്നത്. ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടില്ല, ഈ പോലീസ് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഈ പാളി പോയി? അതുപോലെ തന്നെ അവിടെ ഭഗവാന്റെ നടയിലുള്ള വിഗ്രഹങ്ങളിലെ സ്വർണം പൂജ, അപ്പോൾ ഇതെല്ലാം ചോദിക്കേണ്ടതല്ലേ? ഉറപ്പായിട്ടും അതിപ്പോൾ ഭഗവാന്റെ വിഗ്രഹം തന്നെ ഇപ്പോൾ ഒറിജിനൽ ഞാൻ ഈ സറൗണ്ടിങ്സ് കഴിഞ്ഞ് പോകാൻ പാടില്ല എന്ന വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിന് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മുടെ എല്ലായിടത്തും. ഇപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും പറയട്ടെ, ഇപ്പോൾ യുവതീ പ്രവേശനം വന്നു, ആ സമയത്ത് കോടതി കണ്ടത് എന്ന് വെച്ചാൽ ലിംഗവിവേചനം പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആചാരപരമായിട്ട് സ്ത്രീകളെ മാറ്റി നിർത്താൻ പാടില്ല, അങ്ങനെയുള്ള നിയമവശങ്ങളാണ് കോടതി വെച്ചിട്ട് സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ഒരു നിൽക്കുന്നത് നിയമവും അപ്പുറത്തെ ഒരു ആചാരവും ഉണ്ട്. അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ നാടാണത്. അയ്യപ്പൻ്റെ നാട്ടിൽ അയ്യപ്പൻ്റെ നിയമം എന്നുള്ളതാണ് ശബരിമലയുടെ ബേസായിട്ട് അവരുടെ ആചാരങ്ങളിൽ പറയുന്നത്. അയ്യപ്പൻ്റെ നാട്ടിൽ അയ്യപ്പൻ്റെ നിയമം എന്നുള്ളതാണ്. അത് ഒരിക്കലും ഒരു കെട്ടിയേൽപ്പിക്കലോ അല്ലെങ്കിൽ സ്ത്രീകളെ തള്ളിപ്പറയലോ ഒന്നുമല്ല. അത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ളൊരു സങ്കല്പമാണ്. അതിനെ പരിപാലിക്കുക അല്ലെങ്കിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സങ്കല്പം കൊണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നവരും അതുപോലെ തന്നെ ബ്രഹ്മചര്യം കാത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സമയങ്ങളിൽ അത്രയും കഠിനമായിട്ട് വ്രതം എടുത്തുകൊണ്ട് ഭഗവാനെ കാണാൻ ചെല്ലുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലൊരു സ്ഥലത്തേക്ക് ഈ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ ഭഗവാനെ കാണണം എന്നുള്ളവരാണ് അങ്ങോട്ട് ചെല്ലേണ്ടത്. അവരാണ് വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാണ്ട് എനിക്ക് ഈ നിയമം വേണം, നീതി വേണം, തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കാണാൻ ചെല്ലുന്നവർ അതുപോലൊരു സ്ഥലത്തേക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് പെണ്ണുങ്ങൾ കയറരുതെന്ന് പറയുന്നത് വിശ്വാസലംഘനമാണ്, അല്ലെങ്കിൽ വിശ്വാസലംഘനമല്ല, ഞാൻ പറയുന്ന പോലെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് പറയുന്നവർ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ അമൃതാനന്ദ മഠത്തിൽ ചെന്നാലും പല ആരാധനാലയങ്ങളിൽ ചെന്നാലും നിശബ്ദത പാലിക്കുക, മൗന പ്രാർത്ഥന മാത്രം, അല്ലെങ്കിൽ ഉറക്കെ പറയാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കയറിയിരുന്നിട്ട് നമ്മളാരും പാട്ട് വെച്ച് ഡാൻസ് കളിക്കാറില്ല, ഉറക്കെ സംസാരിക്കാറില്ല, ഫോൺ പോലും അലൗഡല്ല. പല പ്രാർത്ഥനാലയങ്ങളിലും ഈ മൗന പ്രാർത്ഥന മാത്രം അനുവദനീയമായിട്ടുള്ളതുണ്ട്. അത് അവിടുത്തെ ആചാരമാണ്, അവിടുത്തെ വിശ്വാസമാണ്, അതവിടുത്തെ നിയമമാണ്. ആചാരം വിശ്വാസം എന്നുള്ളതിനപ്പുറത്തേക്ക് നിയമമാണത്. അവിടെ സൈലൻസ് പ്ലീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സൈലൻ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ശബരിമലയിലെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ശബരിമലയുടെ നിയമമാണത്. സ്ത്രീകൾ ചെല്ലാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറയുന്നത് അവിടുത്തെ നിയമമാണ്. അത് പാലിക്കാൻ പറ്റുന്നവർ മാത്രം അങ്ങോട്ട് ചെല്ലുക. അല്ലാണ്ട് സൈലൻസ് പ്ലീസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ കിടന്നിട്ട് വലിയ റാപ്പ് സോങ്സ് വെച്ച് തുള്ളാനൊന്നും നമുക്കവിടെ പറ്റില്ലല്ലോ. എല്ലാ നിയമങ്ങളും വിശ്വാസവുമാണ്, ആചാരവും വിശ്വാസവും നിയമങ്ങളും എല്ലാം ഒരു തുല്യതയിൽ പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിലേക്കും ഇത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ക്ഷേത്രമര്യാദ, വളപ്പ് വിട്ട് സാധനങ്ങൾ പുറത്ത് പോകാൻ പാടില്ലെന്ന് പറയുമ്പോൾ ക്ഷേത്രമര്യാദയ്ക്കുള്ളിലുള്ള കാര്യങ്ങളൊക്കെ
ഇപ്പോൾ ഇവൻ ഭഗവാന്റെ തിരുമേനിമാർ അവിടെ മാറി മാറി വരുന്ന ആൾക്കാർ, പക്ഷെ തന്ത്രി എന്ന് പറയുന്നത് ഒരു വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവര് സ്ഥിരമായിട്ടുള്ളതാണ്. അത് ശബരിമല തന്ത്രിമാര് കുടുംബത്തിന്റെ. ഈ പറയുന്ന ഓരോ വർഷം തെരഞ്ഞെടുക്കുന്ന തിരുമേനിയുടെ കാതിലാണ് മൂലമന്ത്രം പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും തന്ത്രി വഴി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ഥിരക്കാരനായിട്ടൊരു തന്ത്രി അവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാതെ ക്ഷേത്രത്തിനകത്ത് ഒരു പുൽനാമ്പ് എടുക്കണമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അനുവാദം കൂടി ഈ പറയുന്ന പോലെ ഈ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ അപ്പോഴും എവിടെ പോയിരുന്നു? ഇവരെയൊന്നും ചോദ്യം ചെയ്യാനേ തയ്യാറാകുന്നു. നമ്മളെ ബലമായിട്ട് സംശയിക്കുന്നത് ഈ സ്ത്രീ പ്രവേശന വിഷയത്തിന്റെ ബഹളം നടന്ന സമയത്തായിരിക്കുമോ ഈ സംഭവങ്ങളൊക്കെ നടത്തിയിട്ട്? ഒരു പക്ഷേ നല്ല രീതിയിൽ സംശയിക്കാവുന്ന കാര്യം തന്നെയാണ്. ഈ സ്ത്രീ പ്രവേശന വിഷയം അവിടെ അരങ്ങേറി ഇത്ര ബഹളത്തിന്മേൽ ബഹളവും നടക്കുന്ന ഈ ബഹളത്തിന്റെ ഇടയിലാണോ ഇത് അവിടുന്ന് കടത്തപ്പെട്ടത് എന്നൊരു സംശയം ഇപ്പൊ സ്വാഭാവികമായി ഉണ്ടാവുന്നുണ്ട്. ഉറപ്പായിട്ടും എന്തായാലും പുതിയ കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ ആയിരിക്കും ഈ ഏതായാലും ഇവിടെ കേരളത്തിലെ അല്ല ഈ SIT അന്വേഷണ സംഘം അന്വേഷിക്കുന്നതിനിടയിൽ കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കാൻ ഇവിടെ സമ്മതിക്കുമോ? കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കൃത്യമായിട്ടും ഇത്രയും നാളത്തെ പോലെയല്ല കേസ് പോകുന്നത്. നയതന്ത്ര ബാഗേജ് വഴി കടത്തിയ അതിന് സമാനമായിട്ട് അങ്ങനെ കടത്തപ്പെട്ടിട്ടുണ്ട്, അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കേന്ദ്രം പറയുമ്പോൾ, കേന്ദ്ര ഏജൻസികൾ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ആ രീതിയിലും അന്വേഷണം നീങ്ങേണ്ടതായിട്ട് വരും. ഇനി എന്തായാലും ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കേന്ദ്രം ഇത് ഏറ്റെടുത്തേ മതിയാവുള്ളൂ. തീർച്ചയായിട്ടും.